സ്വാഗതം ഇൻസൈറ്റിലേക്ക്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വൈകുന്നേരം, അതായത് 2025 ഓഗസ്റ്റ് 19 വൈകുന്നേരം ലോക്സഭാ സെക്രട്ടറി ജനറലിന് ഒരു കത്തയച്ചു. ഭരണഘടനയുടെ 75-ാം വകുപ്പ് അടിയന്തരമായിട്ട് ഭേദഗതി ചെയ്യുന്നുണ്ട്. അത് ഭേദഗതി ചെയ്യുന്നതിനുള്ളൊരു ബില്ല് നാളെ, അതായത് 2025 ഓഗസ്റ്റ് 20 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത്. ഈ ഭേദഗതി ബില്ല് ഇത്ര അത്യാവശ്യമായിട്ട് ഭരണഘടനയുടെ 75-ാം വകുപ്പ് എന്തുകൊണ്ട് ഭേദഗതി ചെയ്യണം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലുണ്ടാവും. ലോക്സഭാ സെക്രട്ടറി ജനറലിൻ്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടാവും. ഭേദഗതിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: രാജ്യത്ത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന മനുഷ്യന്മാർ 5 കൊല്ലത്തിലധികം ശിക്ഷ വിധിക്കാവുന്ന ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ട് അറസ്റ്റിലായാൽ അവർക്ക് 30 ദിവസത്തിനകം ജാമ്യം കിട്ടുന്നില്ല എന്നൂടെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ഭേദഗതി ബില്ല്. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ, ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയാണെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ഒരാൾ ഈ 5 വർഷത്തിലധികം ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിന് അറസ്റ്റിലായി ഈ 30 ദിവസത്തിനകം പ്രധാനമന്ത്രി ഈ മന്ത്രിയെ പുറത്താക്കാനായിട്ടുള്ളൊരു ശുപാർശ രാഷ്ട്രപതിക്ക് കൊടുക്കണം. ഇനി രാഷ്ട്രപതിക്ക് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം, 31-ാമത്തെ ദിവസം ഈ മന്ത്രി സ്വമേധയാ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും. ഇതാണ് വ്യവസ്ഥ. സംസ്ഥാന മന്ത്രിസഭയിലാണെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ശുപാർശ കൊടുക്കണം. മുഖ്യമന്ത്രി ശുപാർശ കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ 31-ാമത്തെ ദിവസം അയാൾ സ്വമേധയാ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും. ഇല്ലെങ്കിൽ ഗവർണർക്ക് പുറത്താക്കാം എന്നുള്ളതാണ് വ്യവസ്ഥ. ഇനി പ്രധാനമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ ഗവർണർക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയുടെ ഉദ്ദേശ്യം. ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ളൊരു നിയമ ഭേദഗതിയാണല്ലോ. ഇങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ള ഒരാൾ മന്ത്രിസഭയിൽ ഇരിക്കുന്നത് യുക്തിസഹമാണോ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ ഇല്ലല്ല, യുക്തിസഹമല്ല, ഒരു മാസത്തിനകം നടപടിയെടുക്കാൻ ഇതാ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റയടിക്ക് നോക്കിയാൽ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആഴത്തിൽ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഡൽഹി ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്ന അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ഒരു കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയതിന് ശേഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നിരുന്നു എന്നുള്ള കാര്യം നമ്മളറിയാം. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി എന്ന് പറയുന്നൊരു മന്ത്രി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു കേസിൽപ്പെട്ട് അറസ്റ്റിലായിട്ട് ജയിലിൽ പോയി. അദ്ദേഹത്തെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഗവർണറായിരുന്ന RN രവി, ഇപ്പോഴും ഗവർണർ അദ്ദേഹം തന്നെയാണ്, RN രവി ഒരു മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പറ്റില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട്, അതായത് മിക്കവാറുമൊക്കെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരെയോ ഒക്കെ ലക്ഷ്യമിട്ടുള്ള ചില ഓപ്പറേഷൻസ് നടന്നിരുന്നു എന്ന് നമ്മുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ ഇത് സതുദ്ദേശത്തോടു കൂടിയാണോ ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ അവിടെ വരുന്നു. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരനാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ അഴിമതി ആരോപണം നേരിടുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ ഗൗരവമുള്ളൊരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരാൾ, അയാൾ മന്ത്രിസഭയിൽ ഇരിക്കുന്നത് ഉചിതമാണോ എന്നുള്ളൊരു ചോദ്യം വരിക. അയാളെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്നതല്ലേ ധാർമ്മികമായി ശരി അല്ലെങ്കിൽ നിയമപരമായി ശരി എന്നൊക്കെ തോന്നുക. അങ്ങനെ നോക്കുമ്പോൾ അത് തന്നെയല്ലേ വേണ്ടത് എന്ന് വേണമെങ്കിൽ തോന്നാം. അങ്ങനത്തെ ഒരു നിയമ ഭേദഗതി ബില്ലാണ് ഇന്നലെ വൈകുന്നേരം വളരെ പെട്ടെന്ന് അമിത്ഷാ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് പറയുന്നു, ഞാൻ നാളെ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്, ഭരണഘടനാ ഭേദഗതിയെ മതിയാവൂ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സതുദ്ദേശം ഉണ്ടോ ഇതിനകത്ത്? അല്ല, നമുക്ക് കഴിഞ്ഞ കുറെ കാലത്തിൻ്റെയുള്ള നമ്മുടെ ഒരു പൗരസമൂഹത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിലും നമ്മളൊരു ജേർണലിസം തൊഴിലെടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലും നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലും അത്തരത്തിലുള്ള ഒരു സതുദ്ദേശപരമായിട്ട് കഴിഞ്ഞൊരു 10-11 വർഷമായിട്ട് ഒരു നിയമവും ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഹിന്ദുത്വയുടെ അജണ്ടകൾ പൂർത്തീകരിക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശം അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവത്തോടു കൂടി, അതിൻ്റെ ഒരു ഒരുമയോടുകൂടി, ഈ പറയുന്ന നാനാത്വത്തിൽ ഏകത്വത്തോടു കൂടി നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള നിയമനിർമ്മാണമോ ഏത് തരത്തിലുള്ള നടപടിയോ കഴിഞ്ഞ ഈ വർഷങ്ങളിൽ നമുക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ തുടക്കം തന്നെ, അത് വരുമ്പോൾ തന്നെ അതിലൊരു അസ്വാഭാവികതയുണ്ട്, അതിലൊരു പ്രശ്നമുണ്ട്.
കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഫെഡറൽ വ്യവസ്ഥയെ ഇവർ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത്. അതിന്റെ പല കാര്യങ്ങൾ നമുക്ക് കാണാം. ഈ പറഞ്ഞ രീതിയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതങ്ങൾ നൽകാതിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ ഒരു സ്വയം ഭരണം എന്ന് പറയുന്ന ഫെഡറൽ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പൂർത്തീകരിക്കാതിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസം, ആഭ്യന്തരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും കയറിയിടപെടാൻ ശ്രമിക്കുന്നു. ഗവർണർമാരെ മിസ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിലൊരു ക്രൂഷ്യൽ ആയിട്ടൊരു പോയിന്റ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ്. കാരണം നമ്മുടെ ഭരണഘടന പലവട്ടം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്, ഭരണഘടനാ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഗവർണർ എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പദവി മാത്രമാണ്. ഇതൊരു വ്യവസ്ഥയുടെ തുടർച്ചയായിട്ട് വരുമ്പോൾ ഒരു ആലങ്കാരിക പദവിയാണ്. അതിനെ ഒരു സ്റ്റേറ്റിന്റെ ഭരണത്തിൽ സഹായിക്കാനായിട്ട് അവർക്കുള്ള ചുമതലയല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ ടൂളായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അധികാരം അവർക്കില്ല എന്നുള്ളത്. പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ട് കേരളം ഒരു കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ്, തമിഴ്നാട് മറ്റൊരു ഉദാഹരണമാണ്. എങ്ങനെയാണ് ഈ ഗവർണർമാർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പശ്ചിമ ബംഗാൾ തുടങ്ങി നമുക്ക് ഇഷ്ടംപോലെ സംസ്ഥാനം, പൊതുവെ പ്രതിപക്ഷം ഭരിക്കുന്ന ഒരുവിധപ്പെട്ട കുറച്ച് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ഗവർണർ എന്ന് പറയുന്ന പദവി ഉപയോഗിച്ചിട്ട് കേന്ദ്ര സർക്കാർ ആ ഭരണത്തിൽ ഇടപെടാനും ആ ഭരണത്തെ അസ്ഥിരമാക്കാനും ശ്രമം നടത്താറുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ വേണം നമുക്ക് ഇതിനെ കാണാനായിട്ട്. ഇത് കൊണ്ടുവന്ന ധൃതിയൊക്കെ രണ്ടാമത്തെ കാര്യം, അത് വളരെ ഉണ്ടാക്കുന്ന ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട്. മറിച്ച് നമ്മൾ ബില്ലിലേക്ക് നോക്കുമ്പോൾ ബില്ലിലെ ഒരു ആളുകൾക്ക് സ്വീകാര്യമെന്ന് തോന്നാകുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും മാത്രമല്ലല്ലോ, യൂണിയൻ പ്രധാനമന്ത്രിയെ വരെ വേണമെങ്കിൽ ഇത്തരത്തിൽ പുറത്താക്കാനുള്ള ഒരു അവസ്ഥ ഈ ബില്ല് പറയുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, സീറോ പോസിബിലിറ്റി മാത്രമുള്ള ഒരു കാര്യമാണ് ഈ പ്രധാനമന്ത്രിക്ക് എതിരായിട്ട് ഇത്തരമൊരു കാര്യം പറയുക. കാരണം ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കേസ് പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന ഇപ്പോൾ CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പോ ഒരു വകുപ്പും ഒരു ഏജൻസിയും പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കാൻ പോകുന്നില്ല, അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. വളരെ എവിഡന്റ് ആണ്. പക്ഷെ പുറമേക്ക് കേൾപ്പിക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ അതെ, അത്തരത്തിലുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ നോട്ട്ബന്ദി മുതലുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പ്രതീതി ജനിപ്പിക്കുക എന്നുള്ളത് ഇവർ വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ഇവർക്ക് സ്വന്തമായിട്ട് ഒരു മാധ്യമ സംഘം കൂടിയുള്ള ഇത്തരം പ്രതീതികളെ പൊലിപ്പിച്ചെടുക്കാനും അതിനെ ഭയങ്കര PR ചെയ്തിട്ട് അവതരിപ്പിക്കാനും അതുകൊണ്ട് അവരൊരു മഹത്തായ കൃത്യം ചെയ്യുന്നു എന്നുള്ള തരത്തിലേക്ക് അവതരിപ്പിക്കാനും ഇവർക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് മറ്റേ ജമ്മു കാശ്മീർ മുതൽ മറ്റേ നോട്ട്ബന്ദി മുതൽ നമുക്കിങ്ങനെ ഒരു 100,000 ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാം. ഇതെല്ലാം നമ്മുടെ പൗര സമൂഹത്തിന്റെയും നമ്മുടെ ജനാധിപത്യം മതേതര വ്യവസ്ഥയെ അസ്ഥിരമാക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ട് ഗുണം ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല താനും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇപ്പൊ ഹേമന്ത് സോറനെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ തുടർച്ചയായിട്ട് എടുക്കുക, എൻഫോഴ്സ്മെന്റിനെ CBI എല്ലാം എവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വേട്ടയാടാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മുതൽ ആ വേട്ടയാടൽ ദൗത്യം കഴിഞ്ഞ് എത്ര പേരാണ്, എത്രത്തോളം പ്രതിപക്ഷ നേതാക്കളെയാണ് BJP പാളയത്തിൽ ഇവരെത്തിച്ചത് എന്നുള്ളതിനൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ ഈ പറയുന്ന പാരലൽ മാധ്യമങ്ങൾ, സമാന്തര മാധ്യമങ്ങൾ കണക്കുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ അതിൻ്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. എത്ര പേരെ ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഇതേ കാര്യം തുടർന്ന് നമ്മുടെ ഗവൺമെന്റുകൾക്കെതിരെ ചെയ്യാനായിട്ട് ഏത് സംസ്ഥാനത്ത് വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ പുറത്ത് ജയിലിലിടാം, അവിടുത്തെ സംസ്ഥാനത്തെ ഭരണത്തെ നിങ്ങൾക്ക് നിശ്ചലമാക്കാം, ആ ഭരണത്തെ അട്ടിമറിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് ഈ ബില്ല് ആത്യന്തികമായിട്ട് ബില്ലിനെ അവർ ലക്ഷ്യം വെക്കുന്നത്, ഈ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ള കാര്യം ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യമാണ് ഈ പാർലമെന്റ് ചട്ടത്തിന്റെ 19-ാം വകുപ്പിന്റെ A, B എന്നീ പറയുന്ന 2 വകുപ്പുകൾക്കും എതിരായിട്ടാണ് ഈ പറയുന്ന ബില്ല് ഇപ്പോൾ. കാരണം മൺസൂൺ സെഷൻ അവസാനിക്കാൻ 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം മുമ്പ് നിങ്ങൾ ഈ ഭരണഘടനാ ഭേദഗതി പോലെയുള്ള ഒരു വലിയ ബില്ല് കൊണ്ടുവരിക, പ്രതിപക്ഷത്തിന് ഇത് പഠിച്ച് അതിനുശേഷം സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്നൊക്കെ ഉള്ളത് ഒരു ഇതിന്റെ ഒരു നടപടിക്രമമാണ്. പക്ഷെ അതിന് മുൻപ് തന്നെ പാർലമെന്റ് ഭരണഘടനാ ഭേദഗതി പോലുള്ള കാര്യങ്ങൾ
പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കുക, പ്രതിപക്ഷത്തിന്റെ വിശ്വാസം കൂടി തേടുക എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. മാത്രമല്ല ഇവർക്ക് ഒരു ബ്രൂട്ടൽ മെജോറിറ്റി ഉള്ള ഒരു കാലമല്ല ഇത്. ഇത് ഇവർക്ക് വളരെ ഒരു ഭരിക്കുന്ന പാർട്ടിക്കും അവരുടെ മുന്നണിക്കുമാണ് ഭൂരിപക്ഷമുള്ളത്. ഭരിക്കുന്ന പാർട്ടിക്ക് പോലും ഭൂരിപക്ഷമില്ലാത്ത കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ പാർട്ടികളെയും ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ ബില്ലിനെ അംഗീകരിക്കുക. അതാണ് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഒരു സെക്രട്ടറി ജനറലോ മറ്റോ ഒന്നും ഇത്തരം ഒരു ഒരു സംശയം പോലും ഉന്നയിക്കില്ല ഇപ്പോഴത്തെ ഒരു കാലത്ത്. അമിത്ഷാ അവതരിപ്പിക്കുന്ന ഒരു ബില്ലിന്റെ കാര്യത്തിൽ ലോക്സഭാ സെക്രട്ടറി ജനറലിന് ഒരു സംശയം ഉന്നയിക്കാൻ ഒരു ധൈര്യം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നിയമവിരുദ്ധമായിട്ടൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ഓം ബിർള സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലൊരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിന് ഈ ചട്ടത്തെ 19A(b) മറികടക്കാനുള്ള ഒരു വഴി കണ്ടെത്തി ഇത് അവതരിപ്പിക്കാനായിട്ട് ഒരു സഹായം തരിക. അത്തരത്തിൽ സ്പീക്കർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി ജനറൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ സ്പീക്കറുടെ നിർദ്ദേശം പാലിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ അദ്ദേഹത്തിന്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിനായിക്കൊള്ളട്ടെ, നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയായിക്കൊള്ളട്ടെ, ഇതിനെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ളൊരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ ഇവര് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇവരുടെ ഒരു ഭരണത്തിന്റെയും ഇവരുടെ ഒരു രീതിയുടെയും തുടർച്ച മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശ്രീത് ദീർഘകാലം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നിലയ്ക്കൊരു സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരിക, ഭരണഘടനാ ഭേദഗതി അവിടെ നിൽക്കട്ടെ, ഒരു ബില്ല് നിയമ ഭേദഗതി കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. ഈ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ആലോചന തുടങ്ങുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരും, വാർത്തകളായിട്ട് വരും. സർക്കാർ തന്നെ അത് പുറത്തേക്ക് വിടും. കാരണം വെച്ചാൽ ഇതേക്കുറിച്ചൊരു ഡിബേറ്റ് നടക്കുക, ഇതേക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സർക്കാർ അത് പുറത്തേക്ക് വിടും. ഇതാണ് ഒരു രീതി നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. കഴിഞ്ഞൊരു 10-12 വർഷത്തെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പം ബില്ല് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ലോക്സഭയെ മുൻകൂട്ടി അറിയിക്കും. അതിൻ്റെ പകർപ്പ്, ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ MP-മാർക്ക് കൊടുക്കും. അതിനുശേഷമാണ് അത് സെലക്ട് കമ്മിറ്റിക്ക് വിടുക. സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് പ്രതികരണം തേടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് അവിടെയുണ്ട്. സാധാരണ നിലയ്ക്കുള്ളൊരു നിയമ ഭേദഗതി കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഭരണഘടനാ ഭേദഗതി ആകുമ്പോൾ കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള നെഗോഷിയേഷൻസ് ഒക്കെ. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, തലേ ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് നാളെ ഞാനൊരു ഭരണഘടനാ ഭേദഗതി ചുട്ടെടുക്കാൻ പോകുന്നുണ്ട് എന്ന് മന്ത്രി പറയുക എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ഭരണകൂടം അങ്ങനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊരു എന്താ പറയുക, സ്വയം ഒരു അവമതിപ്പ് തോന്നുന്ന ഒരവസ്ഥയൊന്നും ഇവർക്കൊന്നുമില്ല എന്ന് നമ്മൾ കരുതണം. അല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബേസിക്കലി പാർലമെന്ററി നടപടിക്രമത്തിനോടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രീതികളോടോ ഇവർക്കുള്ള ബഹുമാനക്കുറവ് തന്നെയാണ് ഇത് കാണിക്കുന്നത്. കാരണം ഒന്നാം വാജ്പേയിയുടെ സർക്കാരിന്റെ സമയത്ത് പോലും, അതായത് ഒന്നാം NDA സർക്കാർ, അതായത് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പോലും GMC ബാലയോഗിയും PN സാങ്പയും മറ്റേ സ്പീക്കർമാരായിരിക്കുന്ന സമയത്ത് പോലും ഇവർക്ക് പൂർണ്ണമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളാണ് സ്പീക്കർ എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ വാജ്പേയി ഗവൺമെന്റിന് ഈ സ്പീക്കറുടെ ഒരു ഇടനിലയ്ക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ നിർബന്ധങ്ങൾ അതിൽ വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു. പാർലമെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സ്പീക്കർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. UP ഒന്നാം സർക്കാരിന്റെ സമയത്ത് നമുക്കറിയാവുന്ന പോലെ സോംനാഥ് ചാറ്റർജി ആയിരുന്നു സ്പീക്കർ ഉള്ളത്. നമ്മൾ ഭരണവും സ്പീക്കറും 2 തലത്തിൽ നിൽക്കുന്നത് നമുക്കപ്പോൾ കാണാമായിരുന്നു. സ്പീക്കർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആളല്ല. അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അദ്ദേഹം പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചുമതല. അല്ലാതെ ഭരണപക്ഷത്തിന്റെ താല്പര്യങ്ങൾ നിർവഹിക്കലല്ല സ്പീക്കറുടെ ചുമതല എന്നുള്ള കാര്യം ഈ നമ്മുടെ ഒരു മുൻകാലത്തുള്ള സ്പീക്കർമാർ നമുക്ക് മുന്നിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ ഒന്നാം UPയുടെ സർക്കാരിന്റെ സമയത്തും രണ്ടാം UPയുടെ സമയത്തും പൂർണ്ണമായിട്ടും ഏതാണ്ട് പാർലമെന്റ് ലോക്സഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏതാണ്ട് മിക്കവാറും ലോക്സഭ സമ്മേളിക്കുന്ന ദിവസങ്ങളിൽ ലോക്സഭയിൽ എത്തുകയും മുഴുവൻ സമയം മറ്റേ അവിടുത്തെ ജേർണലിസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇവരുടെ നടപടിക്രമം പാർലമെന്റ് ചട്ടങ്ങൾക്ക് അനുസരിച്ച് പലപ്പോഴും ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന രീതിയിൽ ഈ ബഹളത്തിൽ ചില ബില്ലുകൾ ഗില്ലറ്റിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ബില്ലുകൾ, ഇപ്പോ ഇൻകം ടാക്സ് സംബന്ധിച്ചിട്ടുള്ള
രണ്ട് ബില്ലുകൾ കഴിഞ്ഞ ദിവസം ഗില്ലറ്റിൻ ചെയ്തു ബഹളത്തിനിടയിൽ. 61 നിയമത്തിന്റെ ഭേദഗതിയാണ് ഒരെണ്ണമത്. അത്തരം ഒരു നിയമം നിങ്ങൾക്ക് ഗില്ലറ്റിൻ ചെയ്യാനായിട്ട് ബഹളത്തിന്റെ ഇടയിലോ ശബ്ദവോട്ടോടുകൂടി പാസ്സാക്കാനായിട്ട് പാടില്ല. കാരണം അതൊരു മര്യാദയല്ല. പക്ഷെ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിന്റെ ആഘാതം എന്തൊക്കെയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുക എന്നുള്ള ഒരു മിനിമം സംഗതിയെങ്കിലും ഉണ്ടല്ലോ, അതുപോലും നടക്കുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അടിയന്തരമായിട്ടുള്ള ചില ധന വിനിയോഗത്തിന്റെ ഭേദഗതി ബില്ലുകൾ തുടങ്ങിയിട്ടുള്ള ബില്ലുകളൊക്കെയാണ് സാധാരണ ബഹളമാണെങ്കിൽ പോലും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇവിടെ തുടർന്ന് ആളുകൾക്ക് ശമ്പളം കൊടുക്കുകയും തുടർന്ന് മറ്റേ കാര്യങ്ങൾ ഒരു ദൈനംദിന പ്രവർത്തനത്തിന്റെ രാജ്യം അവതാളത്തിലാകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ബില്ലുകൾ മാത്രമാണ് ഈ ബഹളത്തിന്റെ ഇടയിലെല്ലാം പാസ്സാക്കാനായിട്ട് പൊതുവെ അംഗീകരിക്കപ്പെടുക. അല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഡോപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട 2 ബില്ലുകൾ ഇന്ത്യയുടെ കായിക മറ്റേ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ്. ഈ ബില്ലുകൾ വൈകുന്നേരം 4 മണിക്ക് സമയത്ത് ബീഹാർ മറ്റേ സെറിനെ സംബന്ധിച്ചിട്ടുള്ള ബഹളം നടക്കുന്ന സമയത്ത് ബില്ലുകൾ അവതരിപ്പിക്കുന്നു, പാസ്സായതായിട്ട് മറ്റേ സ്പീക്കർ പ്രഖ്യാപിക്കുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യവസ്ഥാപിത ഒരു പാർലമെന്ററി രീതിയുണ്ട്. ആ രീതി ഇവർ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ടാണ് നമുക്കിത് കാണുന്നത്. അതിന്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഇത് കാണുന്നത്. അത് കാരണം തന്നെ ഒരു മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മുൻകാലങ്ങളിലുള്ള ഗവൺമെന്റുകളെ കുറിച്ച് പലർക്കും പല പരാതികളുണ്ട്. അഴിമതി നിറഞ്ഞ സർക്കാരുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. പലരും ഈ പറഞ്ഞ രീതിയിൽ പല ഘട്ടങ്ങളിലും ഈ പാർലമെന്റും ഇപ്പൊ സ്പീക്കറും എല്ലാം പലപ്പോഴും ഗവൺമെന്റിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു എന്നൊക്കെ പറയുന്ന പരാതികളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ ഒരു പാർലമെന്റ് ചട്ടങ്ങളെ ഒരു തരത്തിലും ബഹുമാനിക്കുന്നില്ല എന്നും അത് ഇവർക്ക് ബാധകമല്ല എന്നും മറിച്ച് ഇവരുടെ അജണ്ട പൂർത്തീകരിക്കാനുള്ള പല വഴികളിൽ ഒരു വഴി കൂടി മാത്രമാണ് ഈ പാർലമെന്റ് നടപടികൾ എന്നുള്ളതാണ് അവരിപ്പോ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ നേരത്തെ ശ്രീത്ത് സംസാരിച്ചപ്പോൾ ഈ ഗവർണർമാർക്ക് കൊടുക്കുന്ന അമിതാധികാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഈ കേരളത്തിലൊരു ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം മന്ത്രിമാർക്കുള്ള പ്രീതി ഞാൻ പിൻവലിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ പ്രീതി പിൻവലിച്ചാലൊന്നും പോകുന്നതല്ല മന്ത്രിസ്ഥാനം എന്ന് ഇവിടെ നിന്ന് തിരിച്ചു പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു സൂചനയായിരുന്നു എന്ന് നമ്മൾ കാണണം ഇപ്പോഴത്തെ ഈ വ്യവസ്ഥ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്ന് തോന്നുന്നു. അതായത് ഗവർണർമാർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ എന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുക്കാൻ പാകത്തിലുള്ളൊരു ആളാണ്. അവർക്ക് വേണമെങ്കിൽ മന്ത്രിമാരെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. അതിന് ഞങ്ങൾ വേണമെങ്കിൽ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേസ് ഒപ്പിച്ചു കൊടുക്കാം. ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് ഈ നിയമവ്യവസ്ഥയിലെ മറ്റേ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കാലമായിട്ട് തന്നെ ഇവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ അവരെല്ലാം ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ്, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചോളം വളരെ വളരെ പ്രൈഡുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം കുറച്ചും കൂടി മെച്ചപ്പെടണം എന്നുള്ളതൊക്കെ നമ്മുടെ ആഭ്യന്തരമായിട്ട് നമുക്ക് പല ആലോചനകളും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഉള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഒരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലം കേരളമാണ്. കേരളത്തിൽ അതിനുള്ള സാധ്യതകളുണ്ട്. കേരളത്തിൽ നമ്മൾ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്ന മുതലുള്ള കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രതയുണ്ട്. അധ്യാപകരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ജാഗ്രതയുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് കണ്ടത്, ഗവർണർ വന്നപ്പോൾ മുതൽ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗം തകരാറിലാണ് എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ഗവർണർ ശ്രമിച്ചു. ആ ശ്രമം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു തരത്തിൽ ഇവിടുത്തെ വളരെ വലിയ സ്വകാര്യ മറ്റേ യൂണിവേഴ്സിറ്റി കുത്തകകളെ സഹായിക്കാനുള്ളത് മുതൽ കേരളം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഒരു താല്പര്യങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിന് ഗവർണർക്ക് ലഭിച്ചിട്ടുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത് അവർക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഇത്തരമുള്ളൊരു സ്റ്റേറ്റുകളിൽ ഇവർക്ക് എങ്ങനെയാണ് അധികാരം സ്ഥാപിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ തരത്തിലുള്ള താല്പര്യങ്ങൾ അവർക്കൊപ്പം ഈ കാര്യത്തിൽ നിൽക്കും എന്നുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത്. അതിങ്ങനെ പടിപടിയായി ചെയ്തു. ഇവിടുത്തെ ക്രമസമാധാനത്തെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളായി, ഗവൺമെന്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളായി, മന്ത്രിമാർക്കുള്ള പ്രീതി പിൻവലിക്കും എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമായി. ഈ പറയുന്ന രീതിയിൽ ഒരു പ്രീതി പിൻവലിക്കലൊക്കെ ഇനിയുള്ള കാലത്ത് വളരെ പ്രധാനമായിട്ട് വരും. കാരണം ഗവർണർക്ക് വേണമെങ്കിൽ ഇവിടെ മന്ത്രിമാർക്കെതിരെ വേണമെങ്കിൽ മറ്റ് നടപടി എടുക്കാനായിട്ട് ചിലപ്പോൾ ED-യോടും CBI-യോടും കേസെടുക്കാൻ പോലും ആവശ്യപ്പെടാനുള്ള വകുപ്പുകളാകാം
ഗവർണർ പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ ഇവർക്കെതിരെ കേസ് വരാം, ഇവരെ 30 ദിവസം വേണമെങ്കിൽ ജയിലിൽ പാർപ്പിക്കുകയോ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുകയോ ചെയ്യാം. ഇവർക്കെതിരെ 5 വർഷത്തിന് മീതെയുള്ള വകുപ്പുകൾ, ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ ഇഷ്ടത്തിന് ഇവർ പിരിച്ചുവിടാനും പറ്റും, പുതിയ ഇത് നടപ്പാവുകയാണെങ്കിൽ. അത്തരത്തിലേക്ക് ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സ്ഥാപനങ്ങളായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ മാറ്റുക, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്റ്റെൻഡഡ് ഒരു അധികാരത്തിന്റെ സ്ഥലങ്ങളായിട്ട് മാറ്റുക, അവർക്ക് സ്വയം നിർണയത്തിനുള്ള അവകാശമില്ലാതിരിക്കുക, ഫെഡറൽ വ്യവസ്ഥയെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. പക്ഷേ ഇത് ഏറ്റവും അവസാനം പറഞ്ഞ ഈ ഫെഡറൽ വ്യവസ്ഥയെ തകർക്കാന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം എടുക്കുക. മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഹേമന്ത് സോറനെതിരെ കേസെടുക്കുന്നു, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക്, ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ മറ്റന്നാൾ വേണമെങ്കിൽ ഒരു കേസെടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. കേന്ദ്ര ഏജൻസികൾ ED ആയാലും ആദായനികുതി വകുപ്പായാലും CBI ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് കേസെടുപ്പിക്കാം. അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അവരെ വേണമെങ്കിൽ 30 ദിവസം മറ്റേ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാം. ഇത് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ ഗവർണർക്ക് വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മന്ത്രിസഭ ഡിസോൾവ് ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഗവേണൻസ്, ഒരു സ്റ്റേറ്റിലെ ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഗവേണൻസ് പറയുന്ന ഒരു സിസ്റ്റം തന്നെ വേണമെങ്കിൽ ഇല്ലാതാക്കാൻ ഗവർണർക്ക് സാധിക്കുന്നു. അവിടെ ഒരു ഭരണസ്ഥിരതയില്ലായ്മ ഉണ്ടാകുന്നു, ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു. അത് മുതലെടുക്കാൻ വേണമെങ്കിൽ കേന്ദ്രഭരണം രാഷ്ട്രപതിയുടെ ഭരണം പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിനെ വേണേൽ പിരിച്ചുവിടാം. ഇങ്ങനെ പല ഓപ്ഷൻസ് അവിടെയുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തെ മൊത്തം ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പാകത്തിലുള്ളൊരു ഭരണഘടനാ ഭേദഗതി തലേ ദിവസം വൈകുന്നേരം ഞാനിതാ കൊണ്ടുവരുന്നു എന്ന് പറയുകയാണ് കേന്ദ്ര സർക്കാർ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ മമതാ ബാനർജിയെ അല്ലെങ്കിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ സ്റ്റാലിനെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിൽ ജയിലിലിടാനോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്താം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തും പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെതിരെ ആരോപിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണും. ആ ആരോപണം മാത്രം ഇവർക്ക് എടുത്താൽ മതി. ആ ആരോപണത്തിലുള്ള ഒരു അന്വേഷണം എന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനത്തിന് പുറത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു കാര്യം കിട്ടും. അപ്പൊ ഇതിലും നമുക്കറിയാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വളരെ വേറൊരു തരത്തിലുള്ള ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു തന്ത്രവും കൂടി എപ്പോഴും ഇവരുടെ അടുത്തുണ്ട്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ഒരു ഡിസ്കഷനെയും അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതിപക്ഷത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിഷയത്തിൽ ഊന്നി ഒരു സമരം ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്താനോ ഇവർ ഒരിക്കലും അനുവദിക്കാത്ത തരത്തിൽ അനുദിനം പുതിയ പുതിയ പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുന്നിലേക്ക് അവരെ കുഴപ്പത്തിലാക്കുന്ന പ്രശ്നങ്ങൾ എടുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബീഹാറിൽ നടക്കുന്ന ഒരു ഇലക്ടോറൽ ക്രമക്കേടുകൾക്ക് എതിരായിട്ടുള്ള ഒരു ബഹളത്തിന്റെ ഇടയിലേക്ക് ഒരു പുതിയ വിഷയം കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് എപ്പോഴും അനുദിന പ്രശ്നങ്ങൾ വരികയും നമ്മുടെ ഒരു ഫെഡറൽ വ്യവസ്ഥ മറ്റൊരു സംവിധാനത്തിനെ കുറിച്ചിട്ട് ഏത് വിഷയം കൂടുതൽ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കണമെന്ന് പ്രതിപക്ഷത്തിന് പോലും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ അനുദിനം നമ്മുടെ ഭരണഘടനയുടെ മീതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്ക് മീതെ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഓരോ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷത്തിന് എങ്ങനെ വേണമെങ്കിൽ എത്ര നന്നായിട്ട് ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ ആണെങ്കിൽ പോലും ഇവരുടെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, എങ്ങനെ വേണമെങ്കിലും ഇല്ലാതാക്കാം എന്നുള്ള എളുപ്പത്തിൽ ചെയ്യാവുന്ന തരത്തിലേക്കുള്ള നിയമങ്ങളിലേക്ക് ഇവർ കൊണ്ടുവരാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പഴയകാല ഫാഷിസം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയെ പൂർണ്ണമായും വ്യവസ്ഥയെ ഇല്ലാതാക്കിക്കൊണ്ടിട്ട് നിലനിൽക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ പുതിയ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിലനിൽക്കുന്ന വ്യവസ്ഥയെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനെ അട്ടിമറിക്കുക, നമ്മുടെ ഭരണഘടന തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയുടെ താല്പര്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ശ്രമം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ജനാധിപത്യത്തിന് നേരെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി പ്രതിപക്ഷം ഇരിക്കേണ്ട ഒരു കാലവും കൂടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കുന്നു ശ്രീത്തെ. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 5 കൊല്ലത്തിന് മേൽ
ശിക്ഷ ലഭിക്കാവുന്നൊരു കുറ്റം ചെയ്തു എന്ന ആരോപണം നേരിടുന്ന ഒരു മന്ത്രി, ഇത് ആരോപണം നേരിടുകയാണ്, അത് പിന്നെ കേസെടുക്കണം, അന്വേഷിക്കണം, കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണം, അതിന്മേൽ വിചാരണ നടക്കണം, തെളിയിക്കപ്പെടണം. അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ തന്നെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് റിവ്യൂവിൽ അധിഷ്ഠിതമാണ്. അത് ഒരു കോടതി ശിക്ഷിച്ചാൽ തന്നെ ഉയർന്ന കോടതിയിൽ റിവ്യൂ കൊടുക്കാം, ആ കോടതി ശിക്ഷിച്ചാൽ അതിന് പരമോന്നത കോടതിയിൽ റിവ്യൂവിന് പോകാം. ഇതാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ മന്ത്രിമാർക്ക് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും ബാധകമായൊരു സംവിധാനമാണിത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു ശ്രമം. അങ്ങനെ ആയിരിക്കെ തന്നെ ഒരു പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ അധികാരത്തിലിരിക്കുന്നവരൊക്കെ അഴിമതിക്കാരാവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ അത് അട്ടിമറിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ആളുകളാണെന്നുള്ളൊരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നു. ആരോപിക്കപ്പെട്ടാൽ 30 ദിവസമാണ് നിങ്ങളുടെ ഒരു ആയുസ്, അതിനുള്ളിൽ എന്താ പറയുക, നിങ്ങളെ ഭരണത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്ന തോന്നലുണ്ടാക്കുന്നു. അതുപോലെ ആരോപണ വിധേയനായ ഒരാൾ അധികാരത്തിൽ ഇരുന്നു കൊണ്ടല്ല അന്വേഷണം നടക്കുന്നത് എന്നുള്ള തോന്നൽ, ഇങ്ങനെ ഒരു പബ്ലിക് പെർസെപ്ഷനെ വേണമെങ്കിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു ഒരു 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 പ്രശ്നം ഇവിടെ ഇല്ലേ? അതിനെ ഉപയോഗിക്കുകയല്ലേ സത്യത്തിൽ ഈ പറയുന്ന ഒരു ഫാഷിസ്റ്റ് റിഷീം ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. ഇപ്പം നമുക്ക് ഒരു ധാർമ്മികത ആണ് ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന മൂല്യമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല തീരുമാനമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാർമ്മിക കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ED കഴിഞ്ഞ ഒരു സർക്കാരിന്റെ അവസാന കാലത്ത്, കേരളത്തിലെ സർക്കാരിന്റെ അവസാന കാലത്ത് ചെയ്തത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് എത്രയോ കാലം തുടർച്ചയായിട്ട് ഇവര് മറ്റേ കേസുകളുണ്ട് എന്നും കേസുകൾ എടുക്കുന്നു എന്നും ഉള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ഇവിടെ മാധ്യമങ്ങളിലും ഇവിടെ എല്ലാം എങ്ങനെയാണ് നിറഞ്ഞു നിന്നത്. ഇപ്പോൾ ആ കേസുകൾ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ആ ആരോപണങ്ങളുടെങ്കിലും ഒരു അവസ്ഥ എന്താണ്? കേസുകൾ എടുത്തില്ല എന്നുള്ളതോ അത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആരോപണങ്ങൾ പോലും നിലനിൽക്കത്തക്കതാണോ എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് നമുക്ക് കാണാം. ഇവര് CBI എടുത്തിട്ടുള്ള ED എടുത്തിട്ടുള്ള കേസുകളിൽ പലതും, അതായത് പിന്നെ കേസ് എന്നുള്ള ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 1% താഴെയാണ്. ബാക്കി 99% കള്ളക്കേസുകളാണ് അഥവാ തെളിയിക്കാൻ പറ്റാത്ത കേസുകളാണ്. പലതിലും ആരോപണം മാത്രമേ ഉള്ളൂ, കേസിലേക്ക് പോലും പോകുന്നില്ല. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ താല്പര്യത്തിന് ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലേക്കാണ് ഇവരുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇതൊരു നമ്മുടെ കൃത്യമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നിരുന്നെങ്കിൽ ഈ പറയുന്നതെല്ലാം പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നിയമ ഭേദഗതി ഒന്നും ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു കാലം ഉണ്ടായിരുന്നല്ലോ, റെയിൽവേ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ മന്ത്രി രാജിവെക്കുന്ന തരത്തിലുള്ള ഒരു ധാർമ്മിക ബോധം നമ്മുടെ ഗവൺമെന്റുകളെ നമ്മുടെ ഇതിനെ മുന്നോട്ട് നയിച്ചിരുന്ന ഒരു കാലത്താണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെ നമുക്കറിയാം അഴിമതി ആരോപണം ഉയർന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം രാജിവെച്ച മന്ത്രിമാരിവിടെ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് വന്നിട്ട് തൊട്ടു പിന്നാലെ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് രാജിവെച്ച് വന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ധാർമ്മിക കാര്യങ്ങളൊന്നും അവിടെ കേന്ദ്രത്തിൽ ബാധകമല്ല. കേന്ദ്രത്തിൽ ഈ പറഞ്ഞ നമ്മുടെ കോവിഡ് കാലത്തെ അനാസ്ഥ അല്ലെങ്കിൽ ഈ നോട്ട് ബന്ദിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ജനങ്ങൾ അനുഭവിച്ച ദുരവസ്ഥ തുടങ്ങി നമുക്ക് വേണമെങ്കിൽ ഓരോ മറ്റേ മാസവും ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ കേന്ദ്ര സർക്കാരും രാജിവെച്ച് പോകേണ്ട മുഹൂർത്തങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഈ കർഷക സമരങ്ങൾ ഒന്നും ഇത് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അവസാനം മറ്റേ കർഷകർക്ക് വേണ്ടി പൊരുതും എന്ന് ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രി കർഷക സമരത്തിന് നേരെ എന്ത് തരം പ്രയോഗമാണ് നടത്തിയെന്നും ഏതു തരത്തിലുള്ള മതിലുകളാണ്, മുൾവേലികളാണ്, കുന്തങ്ങളാണ് ഈ കർഷകർക്ക് നേരെ ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കെ ഇത്തരം ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂല്യബോധത്തെ കുറിച്ചുള്ള ഒരു ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മറിച്ച് ഇതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ധാർമ്മികതയല്ല ഇവരൊരു കാര്യമായിട്ട് ഇവർ കണക്കാക്കുന്നത്, മറിച്ച് നിയമപരമായിട്ട് എങ്ങനെ സർക്കാരുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പരിപൂർണമായും പ്രതിപക്ഷത്തെ മാത്രം ലാക്കാക്കിയുള്ളതാണ്, അവരെ അട്ടിമറിക്കാനുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ ഒരുപക്ഷെ ഇതേപോലെ കേസിൽ കുടുക്കി വീണ്ടും BJP-യിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ മുമ്പ് ഈ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ 10-11 വർഷത്തിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു തരത്തിലും സംശയിക്കേണ്ടതില്ല. ഇതിൽ യാതൊരു ധാർമ്മികതയില്ല, യാതൊരു നൈതിക ബോധവുമില്ല. ഇത് സമൂഹത്തിനെ ഏതെങ്കിലും തരത്തിൽ ശക്തിപ്പെടുത്താനോ ജനാധിപത്യത്തെ മെച്ചപ്പെടുത്താനോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ കൂടുതൽ ഒരു ഉചിതമായതും നേർവഴിക്ക് നയിക്കുന്നതുമാക്കാനോ ഉള്ളതല്ല, മറിച്ച് ഇത് BJP-യുടെ തന്ത്രം മാത്രമാണ് എന്നത് ഈ കാലയളവിൽ നമ്മൾ ഈ രാഷ്ട്രീയ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് ബോധ്യമുള്ള കാര്യം. റൈറ്റ്. വളരെ നന്ദി ശ്രീജിത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്. ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിൽ ഇതാ ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ BJP-ക്കും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒക്കെ അവകാശപ്പെടാം. പ്രധാനമന്ത്രിയെ വരെ ഞങ്ങളിതാ ഈ ഭരണഘടനാ ഭേദഗതിയുടെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുക, ഫെഡറൽ ഭരണക്രമത്തെ ഇല്ലാതാക്കുക, ഗവർണർമാർക്ക് അമിതാധികാരം നൽകുക, ഇതൊക്കെയാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സൂക്ഷ്മമായി പരിശോധിക്കണം എന്നില്ല. കഴിഞ്ഞ 10, 11, 12 കൊല്ലമായിട്ട് ഈ സർക്കാരും ആ സർക്കാരിന് കീഴിൽ വന്ന നിയമനിർമ്മാണങ്ങളും ഏതൊക്കെ വിധത്തിലായിരുന്നു എന്ന് ഓർത്താൽ മാത്രം മതിയാകും. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.